ദിവസത്തിനു ശേഷം അനന്യയും ആര്യനും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തതായി. ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പഴയ പോലുള്ള അകലം ഉണ്ടായിരുന്നില്ല. ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ തമ്മിൽ പങ്കുവയ്ക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം രണ്ടുപേരും തുറന്നു പറയാൻ മടിച്ചു. അവരുടെ മനസ്സിൽ പതുക്കെ വളരുന്ന സ്നേഹം. അടുത്ത ദിവസം രാവിലെ അനന്യ ഓഫീസിലെത്തിയപ്പോൾ ആര്യം ഇതിനകം തന്നെ തന്റെ മുറിയിലുണ്ടായിരുന്നു. അവൾ ഫയലുകൾ മേശപ്പുറത്ത് വെക്കുമ്പോഴാണ് അവന്റെ ശബ്ദം കേട്ടത്. ഇന്ന് കുറച്ച് വൈകിയല്ലോ. അവൾ തിരിഞ്ഞു നോക്കി. ബസ് കിട്ടാൻ കുറച്ച് താമസിച്ചു സാർ. രാവിലെ എന്തെങ്കിലും കഴിച്ചോ? അനന്യ അറിയാതെ ഒന്ന് ചിരിച്ചു. ഇപ്പോ നിങ്ങൾക്ക് ദിവസവും അതേ ചോദ്യം തന്നെയാണല്ലോ ചോദിക്കുന്നത് സാർ. ആര്യൻ ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കി. ചോദിച്ചതിന് മറുപടി പറയും. അവൾ വീണ്ടും ഒന്ന് ചിരിച്ചു. കഴിച്ചു സാർ. ശരി. ആര്യൻ വീണ്ടും ഫയലുകളിലേക്ക് ശ്രദ്ധിച്ചു. പക്ഷേ അവന്റെ ചുണ്ടിൽ തെളിഞ്ഞ ചെറിയൊരു ചിരി അനന്യ ശ്രദ്ധിച്ചിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്കും ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. ഉച്ചയോടെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഒരു പ്രധാനപ്പെട്ട ക്ലയന്റിന് അയക്കേണ്ട രേഖയിൽ തെറ്റായ കണക്ക് ചേർന്നിരുന്നു. ആര്യൻ അത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. ഈ ഫയൽ ആരാണ് തയ്യാറാക്കിയത്? ഓഫീസ് മുഴുവൻ നിശബ്ദമായി. അജയ് പതുക്കെ എഴുന്നേറ്റു. സർ, ഞാനാണ്. ഇത്ര പ്രധാനപ്പെട്ട കാര്യത്തിൽ എങ്ങനെ വലിയ തെറ്റ് വന്നു? അജയ് ഭയത്തോടെ തലകുനിച്ചു. മുമ്പായിരുന്നെങ്കിൽ ആര്യൻ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഠിനമായി ശകാരിച്ചേനെ. പക്ഷേ ഇപ്പോൾ അനന്യ പതുക്കെ പറഞ്ഞു. സാർ, തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. ആര്യൻ അവളെ ഒന്ന് നോക്കി. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇപ്പോൾ തന്നെ തിരുത്താം സാർ. ഓഫീസിലെ എല്ലാവരും നിശബ്ദമായി അത് നോക്കി നിന്നു. കാരണം ആര്യന്റെ ദേഷ്യത്തിനിടയിൽ ഇങ്ങനെ ശാന്തമായി സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത് അനന്യ മാത്രമായിരുന്നു. കുറച്ചു നിമിഷം ആര്യൻ ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് ശാന്തമായി പറഞ്ഞു, ശരി, അടുത്ത തവണ കൂടുതൽ ശ്രദ്ധിക്കണം. അജയ് ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. അനന്യ ചെറുതായി ഒന്ന് ചിരിച്ചു. ആരെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. അവളുടെ ഒരു വാക്ക് കേട്ട് താൻ ദേഷ്യം നിയന്ത്രിച്ചു എന്ന കാര്യം അവന് തന്നെ അത്ഭുതമായി തോന്നിയിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ ശേഷം അനന്യ ഫയലുകൾ ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോൾ ആര്യൻ അവളുടെ മേശയ്ക്കരികിലേക്ക് വന്നു. നീ എന്തിനാണ് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? അനന്യ അവനെ ഒന്ന് നോക്കി. കാരണം എല്ലാവർക്കും ഒരവസരം വേണം സർ. എല്ലാവരും അത് അർഹിക്കുന്നവരല്ല. പക്ഷേ ചിലപ്പോൾ ഒരവസരം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിയാലോ? ആര്യൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവളുടെ വാക്കുകളിൽ എപ്പോഴും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. നീ എപ്പോഴും ഇങ്ങനെയാണോ? അവൻ ചോദിച്ചു. എങ്ങനെയാ സാർ?
മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൾ. അനന്യ ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നെ ആരെങ്കിലും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം സർ. ആ വാക്കുകൾ കേട്ടപ്പോൾ ആര്യന്റെ മനസ്സ് ഒരു നിമിഷം നിശബ്ദമായി. കാരണം അനന്യെ ഇപ്പോൾ താൻ എത്രത്തോളം മനസ്സിലാക്കുന്നുവെന്ന് അവന് വ്യക്തമായിരുന്നു. അടുത്ത ദിവസം കമ്പനിയിലെ ജീവനക്കാർക്കായി ചെറിയൊരു യാത്രയൊരുക്കിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു റിസോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആദ്യം ആര്യൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അനന്യയും പോകുമെന്നറിഞ്ഞപ്പോൾ അവനും സമ്മതിച്ചു. ഇത് കണ്ടപ്പോൾ നന്ദിതയുടെ അസ്വസ്ഥത വീണ്ടും കൂടി. യാത്രക്കിടെ ബസ്സിനകത്ത് എല്ലാവരും പാട്ടുപാടിയും തമാശ പറഞ്ഞും സന്തോഷത്തിലായിരുന്നു. അനന്യ ജനലിനരികിലിരുന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ആരുമില്ലല്ലോ? ഇല്ല സർ. അപ്പോൾ ഞാനിവിടെ ഇരിക്കട്ടെ? അനന്യ ചെറുതായൊന്ന് ചിരിച്ചു. ഇതിന് അനുവാദം ചോദിക്കണോ സർ? ആര്യനും ചെറിയൊരു ചിരിയോടെ അവളുടെ അരികിലിരുന്നു. കുറച്ചു നേരം ഇരുവരും ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആ നിശബ്ദത പോലും അവർക്ക് മനോഹരമായി തോന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അനന്യ ചോദിച്ചു, സാർ മുമ്പ് ഇങ്ങനെ യാത്ര പോകാറുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ എന്തിനാ വന്നത്? ആര്യൻ അവളെ ഒന്ന് നോക്കി. നീ വന്നതുകൊണ്ട്. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ആ മറുപടി കേട്ടപ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അവളത് പുറത്തു കാട്ടിയില്ല. റിസോർട്ടിൽ എത്തിയ ശേഷം എല്ലാവരും പല കളികളിലും പങ്കെടുത്തു. അനന്യയും മറ്റുള്ളവരോടൊപ്പം ചിരിച്ചും സംസാരിച്ചും നടക്കുകയായിരുന്നു. ആര്യൻ ദൂരത്തു നിന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ സന്തോഷത്തോടെ ചിരിക്കുന്ന ഓരോ നിമിഷവും അവന് നോക്കി നിൽക്കണമെന്ന് തോന്നി. അതേസമയം രാഹുൽ വീണ്ടും അനന്യയുടെ അടുത്തേക്ക് നടന്നു വന്നു. നിങ്ങൾ ചിരിക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട്. അനന്യയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? എന്താണ്? നമുക്ക് നല്ല സുഹൃത്തുക്കളായാലോ? അനന്യയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അതേസമയം പിന്നിൽ നിന്ന് ആര്യന്റെ ശബ്ദം കേട്ടു. അനന്യ! അവൾ ഉടൻ തിരിഞ്ഞു നോക്കി. ആര്യന്റെ മുഖം ഗൗരവമായിരുന്നു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൾ അവന്റെ പിന്നാലെ നടന്നു. കുറച്ചു ദൂരം നടന്ന ശേഷം അവൾ ചോദിച്ചു, എന്താണ് സാർ? ആര്യൻ നേരെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്ക് രാഹുലിനോട് ഇഷ്ടമുണ്ടോ? ആ ചോദ്യം കേട്ട് അവൾ പൂർണ്ണമായും അമ്പരന്നു. എന്താണ് സാർ ഉദ്ദേശിച്ചത്? അവൻ നിന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാണ്. അനന്യയ്ക്ക് അത് കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നി. നിങ്ങൾക്ക് എന്തിനാണ് അത് അറിയേണ്ട കാര്യം? ആര്യൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് വളരെ ശാന്തമായി അവൻ പറഞ്ഞു, കാരണം നിന്നെ മറ്റൊരാളുടെ കൂടെ കാണുമ്പോൾ എനിക്കത് ഇഷ്ടാവുന്നില്ല. അനന്യയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ആര്യനും അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം
അവൻ്റെ മനസ്സ് ഒടുവിൽ തൻ്റെ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് നാളെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഇഷ്ടമാവുന്നില്ല എന്ന് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.